കണ്ടിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ചരിത്രത്തിൽ നിന്ന് ഞാൻ പ്രവചനത്തിൽ നിന്ന് മാറി ഞാൻ ഇനി ലോക ചരിത്രത്തിലേക്കും ഒരു യാഥാർത്ഥ്യങ്ങളിലേക്കും വരട്ടെ പ്രിയപ്പെട്ടവരെ. 1914 എന്ത് സംഭവിച്ചു ഈ ലോകത്ത്? 1914 ലോക ചരിത്രത്തിൽ മുമ്പൊന്നും കാണാത്ത ഒരു വലിയ സംഭവം ഉണ്ടായി. The very first world war എന്ന് പറയാൻ കാരണം എത്രയോ യുദ്ധങ്ങൾ നമ്മൾ കണ്ടു. നെബൂഖദ്നേസറിന്റെ കാലത്ത്, പേർഷ്യ കാലത്ത്, ഗ്രീസിന്റെ കാലത്ത്, നെപ്പോളിയന്റെ കാലത്ത് എത്രയോ ഘോര യുദ്ധങ്ങൾ. പക്ഷെ ആ ഘോര യുദ്ധങ്ങളിൽ ഒന്നും കാണാത്ത അതിക്രൂരമായ ഒരു യുദ്ധമാണ് ഒന്നാം ലോകമായുദ്ധം. അതുകൊണ്ടാണ് ഒന്നാം ലോകമായുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയാൻ കാരണം. അതിനു മുമ്പ് അതുപോലൊരു യുദ്ധം ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ യുദ്ധം ഉണ്ടാകേണ്ട കാരണം എന്തുകൊണ്ടാണ്? ഈ ലോക സാമ്രാജ്യങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. തീർച്ചയായും അത് ട്രിഗർ ചെയ്തിരിക്കുന്ന ആരായിരിക്കും? ആ ലോകമായുധം ട്രിഗർ ചെയ്യാനായിട്ട് ഇതിന്റെ ഇൻവിസിബിൾ ഫേസിൽ പ്രവർത്തിച്ച ഡിവൈൻ ശക്തി കൈതൊടാതെ വന്ന കല്ല് തന്നെയാണ്. കൈതൊടാതെ വന്ന ആ കല്ല് ദൈവിക ശക്തിയാണ് എങ്കിൽ തന്നെയാണ് ഈ ലോക സാമ്രാജ്യങ്ങൾക്ക് അനുവദിച്ച കാലഘട്ടം 1914 കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഇതിന്റെ പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഈ രാഷ്ട്രീയ രംഗത്ത് കൈകടത്തി ഇതിൽ ഭയങ്കരമായ ഭിന്നതയുണ്ടാക്കി ലോകരാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചത് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ ഇളകാത്ത രാജ്യം സ്ഥാപിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യും? ഇനി ഒരിക്കൽ കൂടി ഇളക്കുമില്ലേ? അവൻ ഈ ഭൂമി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം ലോകമഹായുദ്ധം, അതിനുശേഷം രണ്ടാം ലോകമഹായുദ്ധം, 2 മഹായുദ്ധങ്ങൾ ഭൂമിയിലുണ്ടായി. ഈ 2 യുദ്ധങ്ങളും അന്നുണ്ടായിരുന്ന രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞു, കീറി മുറിച്ചു കളഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഒന്നാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഭൂമിയിൽ വിരലെണ്ണാവുന്ന രാജ്യങ്ങളും സാമ്രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാം ലോകമഹായുദ്ധം 1914 ആരംഭിച്ച് 1918 അവസാനിച്ചുവെങ്കിൽ യഹൂദന്മാർക്ക് രാജ്യം ലഭിക്കേണ്ടതിന് വേണ്ടി രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ AD 1939 ആരംഭിച്ച് 1945 അവസാനിക്കുന്ന രണ്ടാം ലോകമഹായുദ്ധം. ഈ 2 ലോകമഹായുദ്ധങ്ങൾ എന്ത് ചെയ്തു? ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെ കീറി മുറിച്ചു കളഞ്ഞു. ലോകരാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അല്ലേ? അന്നുണ്ടായിരുന്ന ലോകരാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. പക്ഷേ തകർന്നു പോയി പ്രിയപ്പെട്ടവരെ. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് 195 അംഗരാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിലുണ്ട്. എന്ന് പറഞ്ഞാൽ പൊടിയായി സാമ്രാജ്യങ്ങൾ. നമ്മൾ ഇത്ര നേരം പറഞ്ഞ റോമും, ഇത്ര നേരം പറഞ്ഞ മേദ്യ പേർഷ്യയും, ഇത്ര നേരം പറഞ്ഞ ഗ്രീസും ഒക്കെ വലിയ ഈ രാജ്യങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചുവെങ്കിൽ ഇന്ന് അതെല്ലാം പൊടിയായി ചെറിയ രാജ്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഒന്നാം വേൾഡ് വാറിൽ എന്ത് സംഭവിച്ചു? 20 മില്യൺ ജനങ്ങൾ, 2 കോടി ജനങ്ങൾ മൃഗീയമായി കൊലയപ്പെട്ടു. ഏതാണ്ട് അത്രയും ജനങ്ങൾ പരിക്കേറ്റ് അങ്ങനെ ഞങ്ങൾ പോയി പ്രിയപ്പെട്ടവരെ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ 60 മില്യൺ ജനങ്ങൾ, 6 കോടി ജനങ്ങൾ ദയനീയമായി കൊലയപ്പെട്ടു, അതിക്രൂരമായി കൊലയപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരുണ്ടാക്കി ഈ കാലഘട്ടത്തിൽ. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് നോക്കാം. ഒരു പ്രവാചകൻ, അതായത് ഏലിയ പ്രവാചകൻ, നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വലിയ ഒരു കൊടുങ്കാറ്റ്, പിന്നീട് ഒരു വലിയ ഭൂകമ്പം, അതിനുശേഷം വലിയൊരു തീ, അതിനുശേഷം ഒരു മൃദുസ്വരം. ഇവിടെയൊക്കെ യഹോവ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കണ്ടെത്തുകയാണ് ഏലിയ പ്രവാചകൻ. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുക. സമയക്കുറവോട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. യുദ്ധങ്ങൾ മൂലം അനേക സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ അനേക പർവ്വതങ്ങൾ കീറി മുറിഞ്ഞു പോയി. പർവ്വതങ്ങൾ കീറുന്ന സാമ്രാജ്യങ്ങൾ കീറി മുറിഞ്ഞു പോയി അനേക ചെറിയ രാജ്യങ്ങളായി മാറി. പുതിയ അനേക രാജ്യങ്ങൾ ഉടലെടുത്തു. കല്ലടിച്ച സാമ്രാജ്യങ്ങൾ കഷ്ണങ്ങളായി തകർന്നു പോയി. നിങ്ങൾ മറന്നു പോകരുത്, നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിലെ ആ മനുഷ്യബിംബത്തിന്റെ കാലിലാണ് അടിക്കുന്നത്, ആ പാദങ്ങളിലാണ് അടിക്കുന്നത്. അവിടെ അടിക്കുമ്പോൾ അതിന് മുകളിലുള്ള എല്ലാ സാമ്രാജ്യങ്ങളും പൊടിയായി തകർന്നു പോയി എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഓട്ടോമാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എംപയർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാൻ എംപയർ, ആസ്ട്രോ ഹംഗേറിയൻ എംപയർ, ഇതെല്ലാം ഈജിപ്ത്, ഇതെല്ലാം തകർന്നു പോയി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യവും അനേക കഷ്ണങ്ങളായി പോയി. പിന്നീട് നമ്മൾ കാണുന്ന USSR എന്ന് പറയുന്ന വലിയൊരു ശക്തി ഉണ്ടായി, അത് തകർന്നു പോയി. നമ്മുടെ ഈ തലമുറയിൽ തന്നെ ഈ കഷ്ടകാലം തുടരുകയാണ്. കഷ്ടകാലം അവസാനിച്ചില്ല, കഷ്ടകാലം തുടരുകയാണ്. കാരണം എപ്പോഴേ കഷ്ടകാലം അവസാനിക്കുള്ളൂ? അവകാശമുള്ളവർ ഭരണം വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, വെളിപാട് പുസ്തകം 15-ാം അധ്യായം നിങ്ങൾ വായിക്കുന്നുണ്ട്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ മണവാട്ടിക്കുമായി ആയിത്തീർന്നിരിക്കുന്നു. ലോകരാജ്യത്വം 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്നതോടുകൂടി ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനോട് മണവാട്ടിക്കുമായി വിട്ടുകൊടുക്കേണ്ട കാലഘട്ടം എത്തിയെങ്കിലും ഈ ലോകത്തിലെ രാജാക്കന്മാരും അധിപതിമാരും യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും എതിരായി കൂടാരം നടത്തി അധികാരത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ അവിടുന്ന് മാറ്റുക എന്നുള്ള പ്രോസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വില കൂടുന്നതോ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇംബാലൻസ് ഉണ്ടാകുന്നതോ ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പമല്ല. ഇത് ഈ ലോക രാജ്യങ്ങൾ തകരണമെന്നുള്ളത് ഈ ലോക രാജ്യങ്ങളിലേക്ക് കൊടുത്ത അനുവദിച്ച കാലഘട്ടങ്ങൾ അവസാനിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലുകളാണ്, ഈ കൈതൊടാത്ത കല്ലിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണുന്നത് അനേക വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി, പിന്നീട് കമ്മ്യൂണിസം ഉണ്ടായി, പ്രഭുത്വം ഉണ്ടായി, ഫ്യൂഡലിസം ഉണ്ടായി. ഒന്നും നിലനിൽക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ട് പിൻവാങ്ങുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
പിന്നീട് ലോകത്തിൽ ഇപ്പൊ കാണുന്നത് ഒരു വലിയ തീക്ക് സമാനമായ ഒരു കാര്യമുണ്ട്. ലോകത്തിൽ എല്ലാവർക്കും നീതി നടപ്പാക്കാൻ വിശുദ്ധ യുദ്ധം ചെയ്തുകൊണ്ട് ആര് നടക്കുന്നു? തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര ഘോരരായ തീവ്രവാദികൾ ഇറങ്ങിയിരിക്കുകയാണ്. അവർ ലോകത്തിൽ എല്ലാവർക്കും നന്മ കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഒരു നന്മയും അവർ കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ജാതികൾക്ക് അനുവദിച്ച കാലങ്ങൾ കഴിഞ്ഞതോടുകൂടി 20ാമത്തെ നൂറ്റാണ്ട് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. അറിവ് വർദ്ധിച്ചു. ദാനിയേൽ പ്രവാചകൻ 12ാം അധ്യായത്തിൽ പറയുകയാണ്, അറിവ് വർദ്ധിക്കും. അന്ത്യകാലത്ത് എത്തുമ്പോൾ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മിഖായേൽ എഴുന്നേൽക്കുമ്പോൾ അറിവ് വർദ്ധിക്കും. എന്തറിവാണ് വർദ്ധിച്ച പ്രിയപ്പെട്ടവർ? എന്തെങ്കിലും അറിവ് വർദ്ധിച്ചോ ഈ 20ാം നൂറ്റാണ്ടിൽ? അതായത് നമ്മൾ നോക്കുക, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ പലരും കാളവണ്ടി ഓർക്കുന്നുണ്ടാവും, വലുവണ്ടി, ഉന്തുവണ്ടി, റിക്ഷാവണ്ടി ഒക്കെ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഒരു 100 വർഷം 150 വർഷം അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ കാൽനടയായി ഒരു വഴിക്ക് നിന്ന് മറ്റൊരു വശം. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ നിങ്ങൾ കാൽനടയായി പോയ കാര്യം ഓർക്കുന്നുണ്ടാകും. പക്ഷെ അതൊക്കെ ഇന്നൊരു കഥകൾ മാത്രമായി മാറി. ലോകം അതിവേഗം പുരോഗമിച്ചു. നിങ്ങൾക്കറിയാം, ലോകത്ത് കണ്ടുപിടുത്തങ്ങൾ അതിവേഗം വന്നു. 1814 സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചോടി വലിയൊരു വിപ്ലവത്തിന് മാറ്റം ഉണ്ടാകും, വിപ്ലവത്തിന് വഴി തുറന്നു. അതിനുശേഷം കമ്പസ്റ്റൻ എഞ്ചിൻ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് 1903 റൈറ്റ് സഹോദരന്മാർ അമേരിക്കയിൽ ആദ്യമായി വിമാനം പറത്തി. പ്രിയപ്പെട്ടവരെ, അറിവ് വർദ്ധിക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യം സമാഗതമായിരിക്കുന്നു എന്നുള്ള ഈ ലോക സാമ്രാജ്യങ്ങൾ മാറിപ്പോയി. ജാതികളുടെ കാലം അവസാനിച്ചപ്പോൾ അന്ധകാരത്തിൽ കിടന്ന ജനത്തിന് ദൈവം അറിവ് കൊടുക്കുകയാണ്. 1903 റൈറ്റ് സഹോദരന്മാരുടെ വിമാനത്തിന്റെ ടെക്നോളജി ഈ ലോകത്തിലേക്ക് ദൈവം വരുമ്പോൾ വലിയ കണ്ടുപിടുത്തങ്ങൾ കാരണമായി തീർന്നു. വെറും 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1918 അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുകയും ജർമ്മനിയുടെ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ ചീറിപ്പായുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിയും. 1918 ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വലിയ ആക്രമണങ്ങൾ നടത്തി. അതിനുശേഷം 10 വർഷം കഴിഞ്ഞപ്പോൾ 1928 എത്തിയപ്പോൾ ആദ്യമായി യാത്രാ വിമാനങ്ങൾ ഉണ്ടായി. യാത്രയ്ക്ക് വേണ്ടി മനുഷ്യൻ വിമാനങ്ങൾ ഉപയോഗിച്ചു. പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതിനുശേഷം 1969 എത്തിയപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞ വിമാനത്തിന്റെ ടെക്നോളജി കണ്ട് 1903 നിന്ന് 66 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ 1969 എത്തിയപ്പോൾ മനുഷ്യൻ അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പറന്നടന്നു. ഭൂമിയിൽ നിന്ന് വെളിയിലേക്ക് പോയി ഭൂമിക്ക് വെളിയിൽ അനന്തമായ ഈ പ്രപഞ്ചത്തെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ അവന് സാഹചര്യം ഉണ്ടായി. അവൻ കാണുകയാണ്, ഈ ഭൂമിയല്ല ലോകം, ഇതിന് വെളിയിൽ ചന്ദ്രനിലേക്ക് അവൻ പറന്നിറങ്ങുകയാണ്. 1969 പ്രിയപ്പെട്ടവരെ, അറിവ് അത്യധികം വർദ്ധിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ 1969 ശേഷം നമ്മൾ കാണുമ്പോൾ AD 1700കളിലേക്ക് ഒരു വർഷം ഞാൻ പോട്ടെ. നിങ്ങൾ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ആളിനെ കേട്ടിട്ടുണ്ട്. ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഭയങ്കര ശാസ്ത്രജ്ഞനായിരുന്നു. ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ തലമുറയിൽ ഒരു ദൈവവിശ്വാസിയായിരുന്നു. ബൈബിളിലെ മാറോട് ചേർത്ത് അതിലെ പ്രവചനങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അറിയാവുന്ന രീതിയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. ഐസക് ന്യൂട്ടൺ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അവിടെ എഴുതി, ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ 50 മൈൽ വേഗതയിൽ സഞ്ചരിച്ചാലും ഞാൻ അതിശയിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ തലമുറ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, കളിയാക്കി. പ്രിയപ്പെട്ടവരെ, ഇവനൊരു പൊട്ടനാണെന്ന് പറഞ്ഞു. അനേകരും അദ്ദേഹത്തിനെതിരെ ലേഖനങ്ങൾ എഴുതി. അദ്ദേഹത്തെ ആ തലമുറ അവഹേളിച്ചു. പക്ഷെ ഇന്ന് നമുക്കറിയാം, 1700 ശേഷം 200 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. 250 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ എത്ര മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? കാളവണ്ടിയും ഉന്തുവണ്ടിയും റിക്ഷാവണ്ടിയും ഒന്നൊക്കെ ഇത് ചരിത്രമായി പോയി. ഇന്ന് മനുഷ്യൻ എത്ര മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ അറിയാമോ? ഇന്ന് 400 മൈൽ വേഗതയിൽ പോലെ സഞ്ചരിക്കാൻ മനുഷ്യന് കഴിയും സാധാരണ വാഹനങ്ങളിൽ. ഇനി നാസ എന്ന് പറയുന്ന അമേരിക്കൻ സ്പേസ് ഏജൻസിയുടെ സ്പേസ് ഷട്ടിലുകൾ സഞ്ചരിക്കുന്ന എത്ര കിലോമീറ്ററിലാണെന്ന് അറിയാമോ? അത് സഞ്ചരിക്കുന്നത് 1 സെക്കൻഡിൽ 1 മൈൽ കുതിച്ചു വരാൻ. 1 സെക്കൻഡിൽ 1 മൈൽ, 1 സെക്കൻഡിൽ 1 മൈൽ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റില് 60 മൈൽ കുതിച്ചു വരാം. 1 മണിക്കൂറിൽ 60 × 60 മൈൽ കുതിച്ചു വരാം. ഒരു ദിവസത്തിൽ എത്രയോ ആയിരം കിലോമീറ്റർ കുതിച്ചു വരാം. ആ നാസയുടെ സ്പേസ് ഷട്ടിലുകളാണ് ഇന്ന് എവിടേക്ക് പോയിരിക്കുന്നത്? ഇന്ന് ചൊവ്വയിലേക്ക് പോയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. 8 വർഷം കൊണ്ടാണ് ചൊവ്വയിലെത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കുതിച്ചു പായുന്ന അത്യാത്ഭുതകരമായ അറിവിന്റെ കലവറയിൽ ദൈവം ഈ മനുഷ്യന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ ബുദ്ധിമാന്മാരായ, എത്രയോ തത്വചിന്തകന്മാരായ, എത്രയോ ഫിലോസഫേഴ്സ് BC-യിൽ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റു നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നു. അവർക്ക് ആർക്കും ഒരു ചെറിയ മെഷീൻ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? അവരുടെ കഴിവുകൾ കൊണ്ടല്ല, ദൈവം അതെല്ലാം അടച്ചു വെച്ചിരുന്നു. ദൈവം അതെല്ലാം ഇരുണ്ട യുഗത്തിൽ ഈ മനുഷ്യനെ തള്ളിവിട്ടിരുന്നത് കൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ രാജ്യത്തിന്റെ വരവിന്റെ സന്ദേശം വിളിച്ചോടിച്ചുകൊണ്ട് അറിവ് വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിലുണ്ടായ, അല്ലെങ്കിൽ നിങ്ങൾ വലിയപ്പന്മാരുടെ ചെറുപ്പകാലം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, എത്ര സ്കൂളുകൾ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ 100 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ എത്ര സ്കൂളുകൾ ഉണ്ടായിരുന്നു?
സമ്പന്നന്മാർക്ക് മാത്രം പഠിക്കാൻ കഴിയുമായിരുന്നു, ഇല്ലയോ? ഒരുപക്ഷെ 200, 50, 500 വർഷം മുമ്പ് രാജാക്കന്മാർ അവരുടെ മക്കൾക്ക് മാത്രം പഠിക്കാൻ കഴിയുമായിരുന്നു, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? എത്രയോ സ്കൂളുകൾ, എത്രയോ കോളേജുകൾ, എത്രയോ യൂണിവേഴ്സിറ്റികൾ. അറിവ് വർദ്ധിക്കുവാൻ തക്കവണ്ണം ദൈവം സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാം. നിരവധി ഭാഷകൾ. മനുഷ്യന് അറിവിന്റെ നിറകുടമാണ്. മനുഷ്യൻ അറിവിലേക്ക് കുതിച്ചുയരുകയാണ്, പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ മനുഷ്യ അവകാശങ്ങളെ കുറിച്ച് ഇന്ന് പറയും നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനുകളൊക്കെ ഉണ്ട്, അല്ലേ? ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ. പക്ഷേ ഒരു 150 വർഷം മുമ്പ്, ഒരു 200 വർഷം മുമ്പ്, ഒരു 300 വർഷം മുമ്പ് ഏത് മനുഷ്യാവകാശ കമ്മീഷനാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്? അന്ന് രാജാക്കന്മാർ തലവെട്ടാൻ പറഞ്ഞാൽ വെട്ടുക. അവിടെ അപ്പീൽ പറയാൻ ആരുമില്ലായിരുന്നു. ബഹുകോടി ജനങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ? ആരെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. അങ്ങനെ മനുഷ്യനെ കുറിച്ച് ബോധമില്ലാതെ മൃഗങ്ങളെ പോലെ രാജാക്കന്മാർ കടിമപ്പണി ചെയ്ത് മനുഷ്യവർഗം മൃഗീയമായി ചവിട്ടി അരയ്ക്കപ്പെട്ടു എന്നുള്ള തെളിവാണ് ഈ മൃഗീയ ഭരണകൂടങ്ങളെ കാണിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. ഇന്ന് മനുഷ്യൻ രോഗങ്ങളോടുള്ള യുദ്ധത്തിൽ ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തം മനുഷ്യന് വലിയ മാറ്റങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച് കളഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നത് നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് കഴിഞ്ഞ നൂറ്റാണ്ട്. നിങ്ങളൊരു 10, 25 കണ്ടുപിടുത്തങ്ങൾ എഴുതി വെച്ചിട്ട് അത് കണ്ടുപിടുത്ത നൂറ്റാണ്ടുകൾ എടുക്കുക. എല്ലാം ഒരു 100, 150, 200 വർഷങ്ങളിടയിൽ കണ്ടുപിടിച്ചതാണ്. ഇതെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിന്റെ സ്ഥാപനയെ വിളിച്ചോടുകയാണ്, പ്രിയപ്പെട്ടവരെ. റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇതെല്ലാം ഇന്നൊരു പക്ഷേ നിങ്ങളെ ഈ ആധുനിക ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വിരലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ കാണുന്നത് 6000 വർഷങ്ങൾ, AD 1872 എത്തുമ്പോൾ ബൈബിൾ പ്രകാരം, AD 1872 എത്തുമ്പോൾ ബൈബിൾ പ്രകാരം വെറും 6000 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ 6000 വർഷങ്ങളായി പാപത്തിലും മരണത്തിലും ദുഃഖത്തിലും മൃഗീയ ഭരണകൂടങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യന് ഇതാ 7ാമത്തെ ദിവസമാകുന്ന സഹസ്രാബ്ദ പുലരിയിൽ നീതിസൂര്യനാകുന്ന അവകാശമുള്ള ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശു ഉദിച്ചുയർന്നുകൊണ്ട് പ്രകാശം കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ. നമുക്ക് എല്ലാ വിധത്തിലുള്ള വെളിച്ചവും തന്നുകൊണ്ട് 1872 ആരംഭിച്ച പുതിയ യുഗത്തിൽ അറിവിന്റെ കലവറ തുറന്നുകൊണ്ട് ദൈവം ജ്ഞാനം തരുകയാണ്. പ്രവാചകൻ പറഞ്ഞ അന്ത്യകാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 500 വർഷങ്ങൾ മുമ്പ് നാം ജീവിച്ചിരുന്നുവെങ്കിൽ ഈ വെളിച്ചം നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഇന്ന് ജീവിക്കുവാൻ മാത്രമല്ല, ഇന്ന് ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരം തന്ന ദൈവം ഈ നൂറ്റാണ്ടുകളിൽ പല പ്രവാചകന്മാരും പല ദൂതന്മാരും കാണുവാൻ ആഗ്രഹിച്ചിട്ടും കാണാതെ പോയ സമയങ്ങളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുകയാണ്. പത്രോസ് പറയുന്നത് പോലെ ക്രിസ്തുവിന് വരുന്ന മഹിമയും ക്രിസ്തുവിന്റെ കഷ്ടങ്ങളും പ്രവചിച്ച പ്രവാചകന്മാർ താങ്കൾ പ്രവചിച്ച സമയം എപ്പോഴുള്ളതാണെന്ന് ആരാഞ്ഞു നോക്കിയെങ്കിലും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. എന്തിൽ ദാനിയേൽ പോലും പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ദാനിയേൽ ചോദിക്കുന്നുണ്ട്, യജമാനെ ഇതൊക്കെ എപ്പോ സംഭവിക്കും? നീ പറയുന്ന അത്ഭുതകരമായ ദൈവത്തിന്റെ രാജ്യം എപ്പോൾ സംഭവിക്കും? എനിക്കറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ ദാനിയേലിനോട് പറഞ്ഞു കൊടുത്തില്ല, പ്രിയപ്പെട്ടവരെ. ദാനിയേലിനോട് പറയും, ദാനിയേലെ നീ ഇത് അറിയേണ്ട ആവശ്യമില്ല, നീ എഴുതുക, പുസ്തകത്തിന് മുദ്രയിടുക. ഇത് അന്ത്യകാലത്ത് ബുദ്ധിമാന്മാർ ഇത് പരിശോധിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യും. ദാനിയേലിന് പോലും ഇതിന്റെ സമയങ്ങൾ കൊടുത്തില്ല. ആ ദാനിയേലിനോട് പറഞ്ഞു 13-ാമത്തെ വാക്യത്തിൽ പറയണം, 12-ാമത്തെ അധ്യായത്തിൽ, അതായത് ദാനിയേലിന്റെ പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ദാനിയേലേ നീ പോയിക്കൊള്ളുക, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. ദാനിയേലേ നീ വിശ്രമിച്ച അന്ത്യകാലത്ത് നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറയണം, പ്രിയപ്പെട്ടവരെ. നമ്മൾ പറയുകയാണ് മനുഷ്യർ ഒരുത്തിനെയും ഉണ്ടോന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ടെന്ന് പറയാം. ദൈവത്തിന്റെ പ്രിയങ്കരനായ, ദൈവത്തെ ഏറ്റവും സ്നേഹിച്ച ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ നീ പോയിക്കൊള്ളുക, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, അന്ത്യകാലത്ത് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ. എന്റെ നിങ്ങളുടെ ബന്ധുക്കളും സ്നേഹിതരും അയൽവാസികളുമാണ്. കോടാനും കൂടി മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി ദാനിയേൽ നിൽക്കുകയാണ്. ദാനിയേൽ മാത്രമല്ല, അബ്രഹാം, ഈശാക്കും, മോശയും ദാനിയേലും എല്ലാം ഉയർത്തെണീറ്റ് വരുന്ന നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാൻ, പ്രിയപ്പെട്ടവരെ. ലോകത്താകമാനം ചിതറിപ്പോയ യഹൂദ ജനതയെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുത്തിക്കൊണ്ട് ദൈവം മറ്റൊരു സൂചനയോട് നമുക്ക് തന്നു. AD 70 ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി യഹൂദന്മാരെ ചെതറിച്ചു കളഞ്ഞു. അവർ കേരളത്തിൽ വന്നു നമ്മൾ പറഞ്ഞു. അങ്ങനെ കേരളം വരെ വന്ന യഹൂദന്മാര് ഇന്ന് എവിടെയാണ്? അവരവരുടെ സ്വന്തം ദേശത്ത് തിരിച്ചുപോയി. 1948 മെയ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു സ്വതന്ത്ര രാജ്യമായി ഇസ്രയേലി ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവജനങ്ങൾക്ക് സന്തോഷിക്കാം. ഇസ്രയേൽ യെഹെസ്കേൽ പറയുന്ന പോലെ ഇസ്രയേൽ ജനങ്ങളെ ചിതറിക്കപ്പെട്ടു പോയ ദേശങ്ങളിൽ ഞാൻ കൂട്ടിവരുത്തി, ഇസ്രയേൽ പർവ്വതത്തിൽ ഞാൻ വീണ്ടും നടും, അവരെ അവിടെ നിന്ന് പറിച്ചു കളയാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ. ആ യഹൂദനെ ഇന്ന് അനിഹിലേറ്റ് ചെയ്ത് കളയണം, ഇന്ന് അവരെ തുറച്ചു നീക്കണമെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, ഇറാൻ പ്രസിഡന്റ് ഒന്നും വിചാരിച്ചാൽ നടക്കില്ല. കാരണം അവരെ തിരിച്ചവിടെ നട്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ യഹോവയാണ്. അവരുടെ ദൈവമാണ്, അവരുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അവരുടെ പിതാവ് അബ്രഹാമിന്റെ ദൈവമാണ്. അവരെ പറിച്ചു കളയാൻ കഴിയില്ല. അത് പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമാണെന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്, പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചിതറിക്കപ്പെട്ട ദേശത്ത് നിന്ന് അവർ സ്വന്തം നാട്ടിൽ വന്നു എന്ന് പറയുന്നത് നാം വീണ്ടും അന്ത്യകാലത്ത് ദൈവരാജ്യത്തിന്റെ സമീപത്തെത്തി എന്നുള്ള തെളിവാണ്, പ്രിയപ്പെട്ടവരെ. ഇതുവരെയൊക്കെ നാം കണ്ടത് പ്രവചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ്.
അപ്പോൾ പ്രവചനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന്റെ ചരിത്രത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. കൈതൊടാത്ത കല്ലാകുന്ന ആ ഡിവൈൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബിംബത്തിന്റെ കാലിൽ അടിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെ തകർത്ത് ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലോക രാജ്യങ്ങൾ തകർക്കപ്പെടുവാനും തുടങ്ങി 914 മുതൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇവയൊക്കെയും സംഭവിച്ചു കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ ദൈവിക നിർണയങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരുകയാണ്. ഇതൊക്കെയും സംഭവിച്ചു കാണുമ്പോൾ, ലൂക്കോസ് 21:31 പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം. ഇതൊക്കെയും കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു. അതിന് തൊട്ടുമേലിൽ യേശു പറയുന്നുണ്ട് അത്തിവൃക്ഷം മുതലായവ തണുക്കുമ്പോൾ എന്ന് പറയുന്നത്. അത്തി കാണിക്കുന്ന ഇസ്രായേലിനെയാണ്. അപ്പൊ നമ്മൾ കാണുന്നത് ഇവയൊക്കെയും സംഭവിച്ചു കാണുമ്പോൾ ദൈവത്തിന്റെ രാജ്യം നമുക്ക് സമീപെത്തിയിരിക്കുന്നു മനസ്സിലാക്കുക. ഇനിയും നമ്മൾ ദൈവരാജ്യത്തെ തിരിച്ചറിയാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നഷ്ടമായി മാറും, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദൗർഭാഗ്യമായി മാറും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ തുറന്ന് അല്പം കൂടെ പറയുകയാണ്. ദൈവ യഥാസ്ഥാപനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ ഭാഗങ്ങളിൽ ഒരു യഥാസ്ഥാപനത്തെ കുറിച്ച് പറയുകയാണ്. തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും ഇപ്പോൾ നമ്മൾ ദാനിയേൽ മുഖാന്തരം പറഞ്ഞ മാത്രമേ കണ്ടുള്ളൂ. ഇനി യെശയ്യാ പറഞ്ഞിട്ടുണ്ട്, യിരെമ്യാ പറഞ്ഞിട്ടുണ്ട്, യെഹെസ്കേൽ പറഞ്ഞിട്ടുണ്ട്, മലാക്കി പറഞ്ഞിട്ടുണ്ട്, സെഫന്യാ പറഞ്ഞിട്ടുണ്ട്, സഖരിയ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രവാചകന്മാരിലൂടെ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം, അതൊക്കെയും സംഭവിക്കുന്ന കാലം, ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യവർഗം നഷ്ടപ്പെട്ടു പോയ ജീവനും ജീവാവകാശങ്ങളും തിരിച്ചു കൊടുക്കുന്ന കാലം, മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ നിത്യമായി ജീവിക്കാൻ അവകാശം കൊടുക്കുന്ന കാലത്തിനാണ് നാം എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 1-2 വാക്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ ദൈവരാജ്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് അവിടെ വ്യക്തമായ സൂചന തരികയാണ്. ഈ പർവ്വതത്തിൽ മട്ടൂറിയ വീഞ്ഞുകൊണ്ട് ഞാൻ ഒരു വിരുന്ന് കഴിക്കും. മട്ടൂറിയ വീഞ്ഞുകൊണ്ട് ഞാൻ ഒരു വിരുന്ന് കഴിക്കും. സകല ജാതികൾക്കും വേണ്ടിയുള്ള വിരുന്നാണ്. അല്ലാതെ കേവലം ഇന്ന് കാണുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള മാത്രം വിരുന്നല്ല. സകല ജാതികൾക്കും വേണ്ടി മട്ടൂറിയ വീഞ്ഞുകൊണ്ട് ഒരു വിരുന്ന് ഞാൻ കഴിക്കും എന്ന് പറയുകയാണ്. ദൈവം എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കഴിയും. ഇനി ദുഃഖം ഉണ്ടാവുകയില്ല, ഇനി മുറവിളി ഉണ്ടാവുകയില്ല, ഇനി വേദന ഉണ്ടാകില്ല, വിലാപങ്ങൾ ഉണ്ടാകില്ല, പകയുണ്ടാകില്ല, വിദ്വേഷം ഉണ്ടാകില്ല, ഇനി മരണവും ഉണ്ടാകുകയില്ല. വെളിപാടുകാരനെ ദൂതൻ യോഹന്നാൻ പറയുകയാണ്, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 35-ാം അധ്യായം എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന അധ്യായമാണ്. 10 വാക്യങ്ങളേ ഉള്ളൂ, 10 വാക്യങ്ങൾ. പക്ഷെ 10 വാക്യങ്ങളിലൂടെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്ന ദൈവത്തിന്റെ രാജ്യത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ് യെശയ്യാ പ്രവാചകൻ. 10 വാക്യങ്ങളിലൂടെ മരീചിക പൊയ്കയായി മാറും, വർണ്ണത്തിലും നീരുറവയായി മാറും, ഭോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല, ഒരു ദുഷ്ടമൃഗം അവിടെ വരികയില്ല, ഒരു മുടന്തനും അവിടെ ഉണ്ടാകുകയില്ല. മുടന്തന്മാർ മനയെ പോലെ തുള്ളിച്ചാടും, ദുഃഖവും നെടുനീർപ്പും ഓടിപ്പോകും, ആനന്ദവും സന്തോഷവും കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ മക്കൾ സന്തോഷത്തോടുകൂടി കഴിയുമെന്ന് പറയുന്ന ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഭൗമിക വശം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് ഇത്ര മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു സുന്ദരമായ ഒരു 10 വാക്യങ്ങളെ ഉണ്ടെങ്കിലും അത് സുന്ദരമാണ്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പോയി വായിക്കുക. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടുവെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യെശയ്യാ സന്തോഷഭരിതനായി പറയുകയാണ്. യെശയ്യാ കണ്ട് പരവശനായിട്ട് എഴുതുകയാണ്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ഇനി ആരും ഓർക്കുകയില്ല. ഇനി മുമ്പിലത്തേവ പഴയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഓർക്കാതിരിക്കാൻ തക്കവണ്ണം മരിച്ചുപോയവരെ തിരിച്ചു കിട്ടിക്കൊണ്ട് സന്തോഷ പരിപൂർണതയിൽ മാനവവർഗത്തെ സന്തോഷത്തിന്റെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരുന്ന, ഇനി പഴയതിനെ ആരും ഓർക്കാതിരിക്കുവാൻ തക്കവണ്ണം പുതിയ ആകാശ ഭൂമികൾ സൃഷ്ടിക്കുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പറയുകയാണ്. യിരെമ്യാ പ്രവാചകൻ 31-ാമത്തെ അധ്യായത്തില് ഇസ്രായേലിനോട് പറയുന്നുണ്ട്: നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ വംശത്തിന് വേണ്ടി മാത്രമല്ല യേശു തന്നെ, യഹോവയാം ദൈവം തന്റെ പ്രിയപുത്രനെയും കാൽവരിയിൽ ബലിയാക്കിയത് ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന മാനവരാശി മുഴുവനും വേണ്ടിയാണ്. അപ്പോൾ മുഴുവൻ മാനവരാശിയും തന്റെ നിത്യസ്നേഹത്താൽ അവൻ വാരിപ്പുണരുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ നിത്യസ്നേഹത്താൽ യഹോവയാവുന്ന ദൈവം മാനവരാശിയെ സ്നേഹിക്കുന്ന ആ അതുല്യമായ സ്നേഹത്തെ നാം കണ്ടറിയാതെ പോയാൽ നമ്മുടെ ആയുസ്സിൽ നാം പരാജയപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സഖരിയ പുസ്തകം 14-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കുമെന്ന് പറയുകയാണ്. സങ്കീർത്തനം 22-ന്റെ 28-ലും സമാനമായ വാക്യം തന്നെ പറയുന്നുണ്ട്. ഇനി ദാനിയേലിന്റെ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ സർവ്വാധിപത്യങ്ങളും യഹോവയ്ക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, താമസമില്ല, സർവ്വാധിപത്യങ്ങളും
യേശുവിന്റെ കാൽക്കീഴിലെത്തും. ഒടുവിൽ അത് രാജ്യം 1000ന്റെ അവസാനം യഹോവയ്ക്ക് അവൻ കൈമാറ്റം ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഹഗ്ഗായി പറയുന്നത് കേൾക്കുക. പ്രവാചകൻ പറയുകയാണ്, സകല ജാതികളും കാത്തിരുന്ന മനോഹര വസ്തു. ഏതാണ് സകല ജാതികളും കാത്തിരുന്ന മനോഹര വസ്തു? സകല ജാതികളും ഓടിപ്പോയി യഹൂദന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പിടിച്ചുകൊണ്ട്, നിന്റെ കൂട്ടത്തിൽ ദൈവമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വരികയാണ് നിന്റെ കൂടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവചനങ്ങളെല്ലാം നിറച്ചെഴുതിയിരിക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്തോഷകരമായ ക്ലൈമാക്സ്, ആ സന്തോഷകരമായ ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ പ്രവാചക സിംബലിലൂടെ, പ്രോഫറ്റിക് സിംബൽസിലൂടെ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമാണെന്ന് നോക്കുക. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഇരുവശങ്ങളും നമ്മൾ കണ്ടു. ഈ ഇരുവശങ്ങളും സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമിയുടെ അറ്റങ്ങളോളവും ഈ ഭൂമിയിൽ എന്തിനും ഉണ്ടാകാൻ പാടില്ല, ഇനി യുദ്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ തിരുവഴുത്ത് പറയുകയാണ്, സങ്കീർത്തനം 46:8-9, വരുവിൻ യഹോവയുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷം 5:28-29 നമുക്ക് വളരെ പ്രത്യാശ തരുന്ന വചനമുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കല്ലറയിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവും അരുൾ ചെയ്ത നമ്മുടെ കർത്താവ് മരിച്ചുപോയ മുഴുവൻ മാനവരാശിയെ തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ, സാമയോനെ, മോശയെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയില്ലേ? അവരെല്ലാവരും യേശു പറയുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ നിരവധി പിതാക്കന്മാർ തെക്കുന്ന്, വടക്കുന്ന്, കിഴക്കുന്ന്, പടിഞ്ഞാറുന്ന് അനേകം ദൈവരാജ്യത്തിന്റെ പന്തിയിലിരിക്കും നിങ്ങൾ കാണുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പ്രവചനം, സത്യത്തിൽ ദാനിയേലിന്റെ പ്രവചനത്തിലൂടെ ചരിത്രത്തെയും വർത്തമാനത്തെയും ഭാവിയെയും ഒരുപോലെ, പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഒരുപോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പാസ്റ്റിനെയും, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ വർത്തമാന യുഗത്തെയും, ഇനി സംഭവിക്കാതിരിക്കുന്ന ഭാവി അനുഗ്രഹങ്ങളെയും ദാനിയേൽ എന്ന് പറഞ്ഞ പ്രവാചകനിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ്. സംശയിക്കേണ്ടതില്ല. ഈ പറഞ്ഞ 4 സാമ്രാജ്യങ്ങൾ ഇവിടെ വരികയും കഴിഞ്ഞ 2520 വർഷം ദൈവം അരുൾ ചെയ്തതുപോലെ മൃഗീയ ഭരണകൂടങ്ങൾ മനുഷ്യനെ ചവിട്ടി മരിക്കുകയും ചെയ്തുവെങ്കിൽ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. 5ാമത്തേതും എന്ന് നിലനിൽക്കുന്നതുമായ സാമ്രാജ്യം, ഈ രാജാക്കന്മാരുടെ കാലത്ത് ഞാൻ ഒരു നാൾ നശിച്ചുപോയ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് പറയുന്ന സാമ്രാജ്യം താമസമില്ല ഭൂമിയിൽ സ്ഥാപിതമാകും. നമുക്ക് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. യഹോവ ദൈവത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല.